നിന്റെ പേര് എന്ത്? ആര് ആരോട് ചോദിച്ചു? മനോവ കർത്താവിൻ്റെ ദൂതനോട് ചോദിച്ചു. നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണമല്ലോ എന്നാണ് മനോവ പറയുന്നത്. ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ. എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? ആരാണ് മനോവയോട് ഇങ്ങനെ പറഞ്ഞത്? ദൂതൻ. മനോവ ദഹനബലിക്കായി കൊണ്ടുവന്നത് എന്താണ്? ആട്ടിൻകുട്ടിയെ. എന്തിനോട് കൂടെയാണ് ആട്ടിൻകുട്ടിയെ അർപ്പിച്ചത്? ധാന്യബലിയോടു കൂടെ. ധാന്യബലിയോടു കൂടെ ആട്ടിൻകുട്ടിയെ ആർക്കാണ് അർപ്പിച്ചത്? അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന്. മനോവ ധാന്യബലിയോടു കൂടെ ആട്ടിൻകുട്ടിയെ വച്ചത് എവിടെ? പാറപ്പുറത്ത്. എവിടെ നിന്നാണ് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നത്? ബലിപീഠത്തിൽ നിന്ന്. മനോവയും ഭാര്യയും നോക്കി നിൽക്കെ സംഭവിച്ചത് എന്ത്? കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി. കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ മനോവയും ഭാര്യയും ചെയ്തത് എന്ത്? നിലത്ത് കമിഴ്ന്ന് വീണു. 13:21 ആരംഭിക്കുന്നത് എങ്ങനെ? അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. മനോവയ്ക്ക് വ്യക്തമായ കാര്യം ഏത്? അത് കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നു എന്ന്. 13:22 മനോവ ഭാര്യയോട് പറയുന്നത് എന്ത്? ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. കർത്താവ് എന്ത് സ്വീകരിച്ച കാര്യമാണ് 13:23 മനോവയുടെ ഭാര്യ പറയുന്നത്? ദഹന ബലിയും ധാന്യ ബലിയും.